അവസാനത്തെ 7 മത്സരങ്ങളിൽ 6ലും ലിവർപൂൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ലിവർപൂളിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മാസമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. നോക്കി തന്നെ അറിയാം, റിസൾട്ടുകൾ നോക്കിയാൽ തന്നെ അറിയാം. അവർ ചെറുതും വലുതുമായിട്ടുള്ള ടീമുകളൊക്കെ ആയിട്ടെല്ലാം തോറ്റു. ഈ ഒരു സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് തന്നെ അവരുടെ 3ാമത്തെ തോൽവിയാണ് നടക്കുന്നത്. എന്താ പറയുക, ഈ ഒരു സ്ഥിതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന് എന്തായിരിക്കും ഈ ഒരു സീസൺ കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും ഈ ഒരു ഫോം അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കരബാവ് കപ്പിലെ ചില വിശേഷങ്ങളാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ലിവർപൂളിൻ്റെ മത്സരത്തെക്കുറിച്ചാണ്. അവർ വീണ്ടും തോറ്റിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് ആയിട്ട്. ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3ാമത്തെ പരാജയമാണ്. അവർ ലീഗിൽ ഒരു തവണ തോറ്റു, കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഒരു തോറ്റു, പിന്നെ അതിപ്പോൾ കരബാവ് കപ്പിലും തോറ്റിട്ട് കരബാവ് കപ്പിൽ നിന്ന് അവർ പുറത്തായിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത്? ആർണോ സ്ലോട്ടിന് ഒരു ക്ലൂ ഇല്ലാത്ത പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആ മത്സരം തോറ്റപ്പോഴെല്ലാം, കഴിഞ്ഞ ഈ മത്സരമല്ല ഇതിനു മുന്നുള്ള മത്സരങ്ങളിലെല്ലാം തോറ്റപ്പോഴെല്ലാം അദ്ദേഹം എക്സ്ക്യൂസസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചുള്ള അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ തോന്നുന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും ഒക്കെ ആയിട്ടുള്ള കളികളിൽ തോറ്റപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കളിക്കാനായിട്ട്, അല്ലെങ്കിൽ ലോങ് ബോൾ കളിക്കുന്ന സൈഡായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കളിക്കാനായിട്ടുള്ളത്. ഇത്തരം എക്സ്ക്യൂസ് പറയേണ്ട കാര്യം എന്താണ്? അവർ ചാമ്പ്യന്മാരാണ്, അവരിതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്ക്യൂസുകൾ പറയാതെ അതിന് സൊല്യൂഷനായിരുന്നു സ്ലോട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള കളിയിൽ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു കളിയിൽ 3-0 എന്നുള്ള സ്കോർ ലൈനിലാണ് തോറ്റിട്ടുള്ളത്. ഒരു ഗോൾ പോലും അടിക്കാനായിട്ട് ലിവർപൂളിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അതിന് ന്യായമായിട്ട് സ്ലോട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാം കളിച്ച എല്ലാം യങ് താരങ്ങളായിരുന്നു, ഞങ്ങൾക്ക് ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലെന്ന്. ഈ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് ഇവർക്ക് സീസൺ തുടങ്ങുന്നതിന് മുന്നേ അറിയാവുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഒബ്വിയസ്ലി ശരിയാണ്, അവർക്ക് പല താരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്ഫർ വഴിയായാലും ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ 450 മില്യൺ യൂറോസിൻ്റെ അടക്കം ഈ ഒരു സമ്മറിൽ അവർ ചിലവഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്കൊരു സ്ക്വാഡ് ഡെപ്ത് ഇല്ല എന്ന് പറയുന്നത് എന്താ പറയുക, തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അവർ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ അറ്റാക്ക് സ്ട്രോങ് ആക്കാനായിട്ടുള്ള താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിഫൻസിലും കൊണ്ടുവന്നിട്ടുണ്ട്. കെർക്കസ് എന്ന് പറയുന്ന ഒരു താരത്തിനെ അവർ കൊണ്ടുവന്നിട്ട് എന്താണ് അദ്ദേഹത്തിനെ വെച്ച് ചെയ്യേണ്ടതെന്ന് പോലും ഇപ്പോൾ ലിവർപൂളിന് അറിയാത്തൊരു സാഹചര്യമാണ്. ഇന്നലത്തെ മത്സരങ്ങളിലെല്ലാം വളരെ ദുരന്തം പെർഫോമൻസാണ് കെർക്കസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ആ ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമേ അല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈവൻ റിസർവ് ആയിട്ടുള്ള താരങ്ങളിൽ പോലും നമുക്ക് സ്ഥിരം കളിക്കുന്ന കുറേ പ്ലേയേഴ്സ്, മോസാല ഉൾപ്പെടെയുള്ള കുറേ പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി സ്ലോട്ടിന് അറിയായിരുന്നു ടീമിലുള്ള എല്ലാം ടീനേജേഴ്സ് ആയിരുന്നു എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ആ ടീമിലുള്ള താരങ്ങളെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ടീം മാനേജ്മെൻ്റ് ആയാലും ഈവൻ ഓണർഷിപ്പ് ആയാലും അദ്ദേഹത്തിനോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യങ് താരങ്ങളെയാണ് ഇതുപോലെ കപ്പ് കോമ്പറ്റീഷനൊക്കെ ഇറക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നിരുന്നാൽ പോലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതായത് ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളും ടീമിൽ വേണ്ട. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ലീഗിൽ കളിച്ചിരുന്ന ടീമിൽ നിന്ന് മാറ്റങ്ങളായിട്ടാണ് അവരും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ബെഞ്ചെല്ലാം സ്ട്രോങ് ആയിരുന്നു, അവിടെ റിസർവ് ആയിട്ടുള്ള താരങ്ങളുണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ലിവർപൂളിനെ സംബന്ധിച്ച് അവർ കൊണ്ടുവന്ന എല്ലാം ടീനേജേഴ്സിനെയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഒരു മാച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും റിയാക്ട് ചെയ്യാനായിട്ടാണെങ്കിലും പറ്റുള്ളൂ. സോ ഇന്നലെ ഗോളുകൾ വന്ന വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗോളുകളാണ് കൺസീഡ് ചെയ്തത് ലിവർപൂൾ. 2 എണ്ണം ഫസ്റ്റ് ഹാഫിലും 1 എണ്ണം സെക്കൻഡ് ഹാഫിലായിട്ടാണ് കൺസീഡ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു റെഡ് കാർഡും കിട്ടി. ഇപ്പോൾ അവർ തന്നെ ഒരു പരിഹാസപാത്രമായിട്ട് മാറുന്നുള്ള രീതിയിലാണ് എല്ലാ തരത്തിലും ലിവർപൂൾ കൈവയ്ക്കുന്ന എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവരുടെ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്ന ഇസ്മായിൽ സാറാണ്. അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഒലിവർ ഗ്ലാസ്നറിൻ്റെ കീഴിൽ നല്ല രീതിയിൽ ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ബ്ലോസം ചെയ്തതല്ല, അത്യാവശ്യം എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ വന്ന് തന്നെ ലിവർപൂളിൻ്റെ ഡിഫൻസ് എത്രമാത്രം ഷോകാണെന്ന് തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഗോളായിരുന്നു. അതേ റൈറ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് സ്ഥിരം സ്റ്റാർട്ടറായിട്ടുള്ള മ്യൂണോസ് ഉണ്ടായിരുന്നു. മ്യൂണോസിൻ്റെ റണ്ണ് ഈ ഒരു ഗോളിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്ത് വരികയും മിഡ് ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോൾ അദ്ദേഹമാണ് റിസീവ് ചെയ്തത്. ആ ഒരു സമയത്ത് കെർക്കസ് അവിടെ ഉണ്ടായിരുന്നു, റോബർട്ട്സൺ ഉണ്ടായിരുന്നു അവിടെ. അവർ ആരും ഈ ഒരു റണ്ണ് ട്രാക്ക് ചെയ്തില്ല. എന്നാൽ അത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ബോൾ മിസ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സാറിലേക്കായിരുന്നു. അതേ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ഫുട്ടുള്ള ഒരു കിടിലം ഫിനിഷ് ചെയ്യുകയാണ്. കെർക്കസൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ്, ബോൾ വാച്ചിങ് ആണ്. എന്താണ് ആ ഒരു വിങ്ങിലൂടെ, തൻ്റെ വിങ്ങിലൂടെ നടക്കുന്നതെന്ന് പോലെ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആദ്യത്തെ ഗോൾ നേടി.
അതിനുശേഷം രണ്ടാമത്തെ ഗോൾ വന്നതിലും ഇതുപോലെ ലിവർപൂളിൻ്റെ ഡിഫൻസ് ഉറങ്ങി പോകുന്നതാണ് കണ്ടത്. ഇതുപോലെ തന്നെ മിഡ് ഏരിയയിൽ കമാഡയാണെന്ന് തോന്നുന്നു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ബോൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാറായിരുന്നു. അദ്ദേഹം ഒരു കട്ടിങ് സൈഡ് ബോൾ കൊടുത്തിട്ട് പിനോയിലേക്ക് എത്തി. പിനോ ആ ബോൾ കൊടുക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഡിഫൻസിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫോർവേഡായിട്ടുള്ള എൻകെറ്റിയുടെ മൂവ്മെൻറ്റ് നല്ലൊരു രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ 2 ഡിഫൻഡേഴ്സ് അദ്ദേഹത്തിന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് മൂവ് ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് സാറിന് അവിടെ സ്പേസ് അവിടെ അദ്ദേഹം ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം രണ്ടാമത്തെ ഗോൾ നേടി. ആദ്യത്തെ ഗോൾ ലെഫ്റ്റ് ഫുട്ടഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഗോൾ റൈറ്റ് ഫുട്ടഡ് ആയിട്ട് അദ്ദേഹം നേടി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ലിവർപൂളിന് കാര്യമായിട്ട് അറ്റാക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. KSA ആണ് ലിവർപൂളിൻ്റെ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രൈക്കർ പൊസിഷനിൽ. അദ്ദേഹത്തിനും 1-2 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഫിനിഷ് ചെയ്യണം. ക്ലിനിക്കൽ അല്ലാത്ത സാഹചര്യം ആണ് കണ്ടുവന്നത്. പക്ഷേ അത് ഗോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരിച്ച് ഗോൾ അടിക്കാൻ പറ്റുന്ന താരങ്ങൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഗോൾ നേടാൻ പറ്റുന്ന താരങ്ങൾ ഓപ്പോസിഷൻ സൈഡിലുണ്ടാകുമ്പോൾ അവരെന്തായാലും ഹേർട്ട് ചെയ്യും. പക്ഷേ ലിവർപൂൾ അത് ശ്രദ്ധിച്ചില്ല. അതുപോലെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ സ്ട്രൈക്കറുടെ ഭാഗത്ത് മറ്റേറ്റനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ്നർ. അവർ കളി പുരോഗമിച്ചതിന് ശേഷം അടുത്ത ഗോൾ ഏകദേശം കളി തീരാറായപ്പോഴാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. യെരമി പിനോ ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റും ഒരു ഗോളാണ് ഈ ഒരു കളിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഗോൾ വന്നത് ലെഫ്റ്റ് വിങ് വഴിയാണ്. പക്ഷേ അവിടെ ആയാൽ പോലും അദ്ദേഹത്തിന് ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ഇവരുടെ ഡിഫൻഡേഴ്സ്, ലിവർപൂളിൻ്റെ ഡിഫൻഡേഴ്സ് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ബോൾ റിസീവ് ചെയ്യാനും ഒരു സ്റ്റെപ്പ് ഓവർ നടത്തി ഒന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ആ ഫിനിഷ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്പേസാണ് അവിടെ കൊടുത്തത്. സോ ഇതുപോലെ ക്വാളിറ്റിയുള്ള താരങ്ങൾക്ക് അങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരത് ഹേർട്ട് ചെയ്യും, അവരത് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ 3 ഗോള് ക്രിസ്റ്റൽ പാലസ് നേടി. ഇനി റെഡ് കാർഡ് എങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ മറ്റേക്ക് ഒരു ബോൾ റിസീവ് ചെയ്യാണ് സെൻട്രൽ ഏരിയയിൽ വെച്ചിട്ട്. അദ്ദേഹം ആ ഒരു ബോൾ റൈറ്റ് വിങ്ങിലൂടെ പോകുന്നുണ്ടായിരുന്ന ഡെവനിനെ റിലീസ് ചെയ്യാണ്. അദ്ദേഹം ഓൾറെഡി ഡിഫൻഡറിനെ പാസ് ചെയ്തു. അദ്ദേഹത്തെ അവിടെ പിടിച്ചിടുകയാണ് ഡിഫൻഡർ ആയിട്ടുള്ള നെലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു, ലിവർപൂളിൻ്റെ ഡിഫൻഡർ. സോ അവിടെ ഒരു സ്ട്രൈറ്റ് റെഡാണ്. റെഫറിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഗോളിലേക്കുള്ള ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അങ്ങനെ ലിവർപൂളിന് റെഡും കിട്ടി. ഈ ഒരു സിറ്റുവേഷനിൽ ലിവർപൂൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് തിരിച്ചു പോയിട്ടൊന്ന് ആലോചിക്കണം എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ആ ഒരു പിഴവുകൾ. അവരുടെ ഡിഫൻസിലാണോ, അതോ അവർക്ക് പ്രോപ്പറായിട്ട് ബോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണോ, ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതാണോ, എന്താണെങ്കിലും അവർക്കത് വേഗം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ തീരുള്ളൂ. ഈ ഒരു രീതിയിൽ സീസൺ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈറ്റിൽ റേസ് എന്ന് പോയിട്ട് അവർക്ക് ആ ഒരു ടോപ്പ് 4 പോലും ഫിനിഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിലൊരു ഫൈറ്റ് തന്നെ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവുക ആഴ്സണലായിരിക്കും. അവരുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അവരൊരു അൺബ്രേക്കബിൾ സൈഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലായാലും ഇപ്പോൾ മറ്റ് കപ്പ് കോമ്പറ്റീഷനിലാണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഗോൾ നേടുക എന്ന് പറയുന്ന ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ട് മാറുകയാണ് ടീമുകൾക്ക്. ഇന്നലെയും അവർ 2-0 ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതും ബ്രൈറ്റനെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിൽ ഇന്നലെ ന്യൂകാസിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. സ്പേഴ്സിനെ അവർ 2-0 തോൽപ്പിച്ചു. അതുപോലെ തന്നെ സ്വാൻസി സിറ്റിക്കെതിരെ ഒരു കംബാക്ക് വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 1-0 ആദ്യം പിന്നീട് പോവുകയും പിന്നീട് 3 ഗോളുകൾ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ലോട്ട് തന്നെ പറഞ്ഞത്, അദ്ദേഹം കളിക്ക് ശേഷം അത് കളിക്ക് മുന്നേ മാൻ സിറ്റിയുടെ ആണെങ്കിലും ചെൽസിയുടെ ആണെങ്കിലും ടീം ഷീറ്റ്സ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം യങ് താരങ്ങളുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നത്. പക്ഷേ ആ ഒരു ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടെ യങ് താരങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറ്റ് താരങ്ങളുണ്ടായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുണ്ടായിരുന്നു. സോ ടീമിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നത് പോലും സ്ലോട്ടിന് ഇപ്പോൾ ഒരു ക്ലൂ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അദ്ദേഹം തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. ചെൽസിയും ജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ചെൽസി 4-3 വോൾസിനെതിരെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു നാരോ എസ്കേപ്പ് പോലെയാണ് ചെൽസി ജയിച്ചത്. ലിയാൻ ഡിലാപ്പ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വളരെ മോശമായിട്ടുള്ളൊരു കംബാക്ക് ആയിട്ടാണ്, ഇഞ്ചുറിയിൽ നിന്നുള്ള ഒരു കംബാക്ക് ആയിട്ടാണ് ആ ഒരു മത്സരം എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വളരെ അൺനെസസറി ആയിട്ട്, ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് വർഷങ്ങൾ ചെൽസി ഈ സീസണിൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർക്കഥ എന്നോണമെന്നാണ് ഇപ്പോൾ ഡിലാപ്പിനും റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈവൻ മരസ്കയ്ക്ക് വരെ അദ്ദേഹം തീരെ ഇമ്പ്രസ്ഡ് അല്ലായിരുന്നു ഈ ഡിലാപ്പിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട്. അദ്ദേഹം തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡിസിപ്ലിനായിട്ട് കളിക്കുക എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം തന്നെ മാച്ചിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിലാപ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പേസിൽ അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടമുള്ളത് അതുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മരസ്കെല്ലാം പറയുന്നുണ്ടായിരുന്നത്. സോ എന്നാലും 4-3 എന്നുള്ള ഒരു സ്കോർ ലൈനിന്
ജയിച്ചിട്ടുണ്ടായിരുന്നു ചെൽസി. സോ ഇതൊക്കെയാണ് കരബാവോ കപ്പ് വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും വീക്കെൻഡിൽ മറ്റ് പ്രീമിയർ ലീഗ് മത്സരങ്ങളെല്ലാം വരും. അപ്പോൾ എന്തായിരിക്കും ആ ഒരു കളികൾ എന്നുള്ളത് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിവർപൂളിൻ്റെയൊക്കെ കളിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.